വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. ദിസ് ഇസ് മീ വർണിത, യുവർ ഫേവറേറ്റ് ഇംഗ്ലീഷ് ടീച്ചർ. സോ ഓണം എക്സാം ഒക്കെ ആവാനായിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ തൊട്ട മുന്നത്തെ വീഡിയോയില് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം എക്സാമിന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട, അതായത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഇംഗ്ലീഷിലെ ലെസൺസ് ഏതൊക്കെയാണെന്ന് മിസ് തൊട്ട മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഉറപ്പായിട്ടും പോയിട്ട് എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അതിനകത്ത് മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ലെസൺസ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലാത്തതുണ്ട് എന്നൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്. അപ്പം അതിനുശേഷം കുറെ പേര് ചോദിച്ചു, മിസ്സേ നമുക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്ന് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മിസ് വിചാരിച്ചു എന്നാ പിന്നെ ഒരു വീഡിയോ ചെയ്തേക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾക്ക് എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും കാണാൻ പോകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പൊ മിസ് ഓൾറെഡി പറഞ്ഞു അല്ലേ നിങ്ങൾക്ക് ഏതൊക്കെ ലെസൺസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു, സെക്കൻഡ് യൂണിറ്റ് നല്ല ലെസൺസും പറഞ്ഞു. ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. എടാ ഉറപ്പായിട്ടും എന്റെ മക്കൾക്ക് എന്തുണ്ടാവും, അൺനോൺ പാസേജ്, അതായത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ പഠിക്കാത്തൊരു സ്റ്റോറി, ഒരു ചെറിയൊരു സ്റ്റോറി, സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്താണ് എന്റെ മക്കൾക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പൊ ആ ഒരു സ്റ്റോറി നിങ്ങൾ വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഒരു ചെറിയൊരു കഥ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ആ ഒരു കഥ വായിച്ചിട്ട് എന്താണ് അതിനെ ബേസ് ചെയ്ത് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതേണ്ടതായിട്ട് വരും കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൺഫേം ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്, നമ്മുടെ കോൺവെർസേഷൻ കേട്ടോ. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സംഭാഷണമാണേ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കോൺവെർസേഷൻ, അതൊന്നെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള, അതായത് നിങ്ങൾ ഈ മുന്നേ നമ്മൾ പറഞ്ഞ സ്റ്റോറി ഇല്ലേ, ആ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻ ആവാം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും അല്ലെങ്കിൽ നിങ്ങളൊരു ഷോപ്പ് കീപ്പറിൻ്റെ അടുത്ത് നിങ്ങളൊരു അല്ലെ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു കോൺവെർസേഷനും ആയിരിക്കാം. ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ കേട്ടോ. നെക്സ്റ്റ് വണ് മക്കളെ, തോട്ട്സ് ആണ്. തോട്ട്സിന് തന്നെ വേറൊരു പേരും കൂടി ഉണ്ട്. അതിന്റെ പേരാണ് എന്ത്, ഡയറി എൻട്രി കേട്ടോ. യെസ്, ഡയറി എൻട്രി. സോ ഒന്നെങ്കിൽ അത് തോട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറി എൻട്രി ആയിട്ടാണ്. നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അത് തോട്ട്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി പോകുന്നത്. ഇനി അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ പിക്ചർ. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ടാവും കേട്ടോ. എന്തെങ്കിലും ഒരു പിക്ചർ ആയിരിക്കും. ആ പിക്ചർ നോക്കിയിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ടെന്നുള്ളത് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, വിവരിക്കാൻ വേണ്ടി പറയും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പം ആ ഒരു പിക്ചർ നോക്കിയിട്ട് ഒരു സ്റ്റോറി എഴുതാൻ വേണ്ടിയും ചോദിക്കാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ. സോ അതൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ് കേട്ടോ. എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ആണ് കേട്ടോ. അതായത് ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, അതായത് നമുക്കറിയാലോ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ എന്താണ് ഒരു ക്യാപിറ്റൽ വെച്ച് വേണ്ട സ്റ്റാർട്ട് ചെയ്യാൻ. സോ ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മിസ്സായതിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ അല്ലെങ്കിൽ ചിലപ്പം ഈസോ വാസോ മറന്നുപോയതോ അല്ലെങ്കിൽ ഷീയോ ഹീയോ മാറിപ്പോയതോ ഇങ്ങനെയുള്ള ചെറിയ എഡിറ്റിങ്ങും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പസിൽ കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് പസിൽ. അതായത് പസിൽ എന്ന് പറയുമ്പോൾ ക്രോസ് വേർഡ് പസിൽ ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ മിസ് ഡിസ്കസ് ചെയ്യണം, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ക്രോസ് വേർഡ് പസിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലൂസ് ഉണ്ടാവും. ആ ക്ലൂസ് വായിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ചെസ്റ്ററിന്റെ ലെസന്റെ ലാസ്റ്റിലല്ലേ നമ്മളൊരു ക്രോസ് വേർഡ് പസിൽ ചെയ്തിട്ടില്ലായിരുന്നോ, അതേപോലത്തെ പസിൽസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രോയിങ്, ഇതും മിസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ചെറിയൊരു ഡ്രോയിങ് തന്നിട്ട് ചിലപ്പോൾ അതിൻ്റെ അകത്ത് മേലൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അതിനൊരു വിവരണം ഉണ്ടാവും. ആ വിവരണത്തിൽ അവർ ചിലപ്പോൾ മിസ് ഔട്ട് ചെയ്തിട്ടുള്ള, അതായത് അതിനകത്ത് അവർ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞിട്ടും ആ പിക്ചറിൽ കാണാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളോട് അവരെന്ത് ചെയ്യും, അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പിക്ചർ വരയ്ക്കാൻ വേണ്ടി പറയാനൊരു ചാൻസ് ഉണ്ട്. അപ്പം ഡ്രോയിങ്ങും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കംപ്ലീറ്റിംഗ് സോങ്സ് ഓർ റൈറ്റിംഗ് സ്റ്റോറി. അതായത് ഒന്നെങ്കിൽ ഒരു പാട്ടിന്റെ ഒരു 4 വരി തരും, അതൊരു ചെറിയ പോയം, അതായത് ഒരു ചെറിയ കവിതയുടെ ഒരു 4 വരി തന്നിട്ട് ബാക്കിയുള്ള 4 വരി നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ഒരു ഇമേജ് കാണിച്ചിട്ട്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ, ആ ഒരു ഇമേജ് കാണിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങളോട് സ്വന്തമായിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കാനും ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മുടെ ഓണം എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇനിയും ശരിക്കും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പോസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. യെസ്, എന്താണ് പോസ്റ്റർ.
പോസ്റ്റർ ഒരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഗ്രീറ്റിംഗ് കാർഡ്, ഇത് മുന്നേക്കത്തെ കഴിഞ്ഞ, അതായത് നിങ്ങളുടെ തൊട്ട മുന്നേ ഉള്ള ആൾക്കാർക്കൊക്കെ ചോദിച്ചു കണ്ടിട്ട് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനൊക്കെ. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മിക്കവാറും എന്താണ് ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. മിസ് ഇതൊക്കെ തന്നെ നമ്മളെ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. നമുക്കിനി ഓണം എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ലൈവുകൾ വരാനുണ്ട്. അപ്പൊ ആ ലൈവിലൊക്കെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു കാരണവശാലും ഒരു പേടിയും ഇല്ലാണ്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് പോകാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും പേടിയുള്ള ആക്ടിവിറ്റി ഏതാണ്, അതൊന്നും നിങ്ങൾ കമന്റ് ചെയ്യണം. എന്നാൽ മിസ്സിന് അറിയാലോ ഏതാണ് കൂടുതൽ നോക്കേണ്ടതെന്ന്. നിങ്ങൾക്ക് തീരെ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയുള്ള ആക്ടിവിറ്റി ഏതാന്ന് വെച്ചാൽ അതൊന്ന് ഉറപ്പായിട്ട് കമന്റ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂപോർട്ടിൽ എടുക്കുന്ന എല്ലാ ക്ലാസ്സസിന്റെയും നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വാട്സ്ആപ്പിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലും ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ലിങ്ക് ഇതാ അവിടെ നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.